ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഓക്കെയാണ്. അപ്പം ഞാൻ അവിടെ ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ സൗണ്ട് ഭയങ്കരമായിട്ട് പുറത്തുനിന്നൊരു സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടാക്കുന്നത്. എനിക്ക് സാധാ കേക്കാണ് ഉണ്ടാക്കാൻ അറിയുള്ളൂ, ഫുഡൊക്കെ വെച്ചിട്ടില്ല. അപ്പോൾ ആവണി പറഞ്ഞ ലാവ കേക്ക് ഉണ്ടാക്കി തരാം ഒറിയോ ഇട്ടിട്ടുള്ളതന്നെ, അവൾക്ക് അതറിയാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനത് പഠിക്കാന്ന് പറഞ്ഞു. നമുക്ക് ഇടയ്ക്കുള്ള ഉണ്ടാക്കി നോക്കാമല്ലോ, പുറത്തുനിന്ന് വാങ്ങുന്നതിനെ പോലെ. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അവൾക്ക് പൈസ കൊടുത്ത് മേടിപ്പിച്ച് അവൾ അത് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണ്. അപ്പം അവിടെ നിന്ന് ഞാനിങ്ങനെ നോക്കുക എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അവൾ ആദ്യം വാങ്ങിച്ചത് ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പം 3 ഒറിയോ ബിസ്ക്കറ്റ് വേണ്ടി വന്നു. 10 രൂപയുടെ 3 ഒറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. ആ 3 ഒറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ആണ് വേണ്ടത്. അപ്പം 3 ചോക്ലേറ്റ് വേണം. 10 രൂപയുടെ ഒരു ചോക്ലേറ്റും 20 രൂപയുടെ ചോക്ലേറ്റ്, 2 ഡയറി മിൽക്ക്, പിന്നെ ഒരു ഗാലക്സി 10 രൂപയുടെ ഒരു ഗാലക്സിയും കൂടിയാണ് മേടിച്ചത്. അപ്പം അതിന് ശേഷം 2 ബൂസ്റ്റിൻ്റെ പൊടി കൂടി വേണമായിരുന്നു. അങ്ങനെ 2 ബൂസ്റ്റിൻ്റെ പൊടി പോലെ അത് ബൂസ്റ്റ് പൊടി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. അപ്പം പുറത്തുനിന്ന് മേടിച്ചാണ് 5 രൂപയുടെ 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഓരോന്ന് ബിസ്ക്കറ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു. അപ്പം അവനെയാണ് മെയിൻ ചെയ്യാൻ കേട്ടോ. പക്ഷെ അനീക്കത് കണ്ടപ്പോൾ അവളും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു അവനും കൂടെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ചിലക്ക് ചപ്പാത്തിയൊക്കെ എനിക്ക് പരത്തരും. അപ്പം അവന് ഇങ്ങനെ അവൾ ചെയ്യുന്ന കണ്ടിട്ട് അവൻ ചെയ്യണമെന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ 2ഉം കൂടെ അങ്ങനെ ഉണ്ടാക്കുവാണേ. അങ്ങനെ ഓരോ ബിസ്ക്കറ്റ് ഓരോന്നാക്കി പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു വെള്ള ഉണ്ടല്ലോ, ആ വെള്ള ക്രീം എടുത്ത് മാറ്റണം. എന്നിട്ട് ബ്രൗൺ കളറുള്ളത് ഒരു ബോളിലേക്ക് ഇടണം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം. അങ്ങനെ അത് കുറേ ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ അത് അവിടെ പൊട്ടിച്ച് അതിൽ നിന്ന് ഒഴിവാക്കി എടുക്കുവാൻ കൊണ്ടുവന്ന പാട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഹാർഡായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ പൊട്ടിച്ചെല്ലാം എടുത്ത് ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അതിനിടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഉണ്ടായിരുന്ന രാത്രി ചപ്പാത്തി വേണ്ടോണ്ട് ചപ്പാത്തി കുഴപ്പമായിരുന്നു. അപ്പം ഞാൻ ഇവരെ കേക്ക് ഉണ്ടാക്കുന്നതോ പഠിക്കാം, ചപ്പാത്തി കൂടെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2ഉം കൂടെ ചെയ്യാനേ. അങ്ങനെ അവള് ഓരോന്നായിട്ട് പൊട്ടിച്ചിങ്ങനെ എടുത്ത് അവനെന്തോ ഞാനും ചെയ്യാമെന്ന് ശ്രമിക്കുമ്പോൾ അവളങ്ങനെ പറയുന്നു ഞാൻ ചെയ്തോളാം. പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ല. അവന് ചെയ്യണം തന്നെ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു വിധത്തിൽ അതെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചു ഓരോന്നായിട്ട്. ഞാൻ ചപ്പാത്തി കുഴക്കുന്ന തിരക്കിലാണേ. അയ്യോ എനിക്ക് സമയമില്ലല്ലേ തന്നെ, എന്നാലും ഇവരത് ചെയ്യുന്നത് നോക്കണം, ചപ്പാത്തിയും കുഴക്കണം. അങ്ങനെ എല്ലാം കൂടെ 2ഉം കൂടി ഞാൻ വേഗം ചെയ്തതാണേ. അങ്ങനെ ഇവര് തമ്മിൽ 2ഉം കൂടെ അടി കൂടുന്നുണ്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോന്നും പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വായിലോട്ടും പോകുന്നുണ്ട് 2ആളെ. ഏതുണ്ടാക്കാനുള്ള ബിസ്ക്കറ്റ്, പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ വായിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ അടിയും കൂടുന്നുണ്ട്. എന്നാലും ഒരു വിധത്തിൽ അവർ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ബിസ്ക്കറ്റ് വേറെയും അതിൻ്റെ ഉള്ളിലെ ക്രീം വേറെയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ആ ബിസ്ക്കറ്റ് മാത്രം കേട്ടോ, വെള്ളം എടുക്കരുത്. ഈ ബിസ്ക്കറ്റിൻ്റെ മാത്രം ബ്രൗൺ കളറിലെ ബിസ്ക്കറ്റ് മാത്രം എടുത്ത് മിക്സിയിലോട്ടിട്ടിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ അവനെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണേ. എല്ലാം എടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അവന് നന്നായി ചെയ്ത് കിട്ടും, പക്ഷെ ഭയങ്കര സ്ലോ ആണ്. ആ ഒരു നീറ്റിൽ നല്ല പെർഫെക്റ്റ് സ്ലോ ആയിട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ അനിയും കൂടെ ചെയ്യുന്നുണ്ട്, അവനും അത് ക്രഷ് ചെയ്യാം. അങ്ങനെ ഒരു വിധത്തിൽ അതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ബോളിലേക്ക് മാറ്റി അത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചൂടാക്കി വെച്ച് കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ അത് ചെറുങ്ങനെ ഇങ്ങനെ മെൽറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ ചെറുങ്ങനെ ഇങ്ങനെ മെൽറ്റാക്കി കൊണ്ടുവന്ന് ആ പാലും അതുമായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ പാല് കുറച്ച് കട്ട പിടിച്ചുകൊണ്ട് അത് അരിച്ചെടുത്താണ്. അങ്ങനെ ചെയ്ത ഇത് വേറൊരു ബൗളിൽ വെളിച്ചെണ്ണ പുരട്ടി അതിലേക്ക് മാറ്റിയതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു. കുക്കറിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് അടിയിൽ അധികം തട്ടാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം കൂടെ അടിയിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ച് കുക്കർ നന്നായിട്ട് അടിച്ചു.
അപ്പം കുക്കർ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. അത് വെച്ച് എങ്ങനെയെങ്കിലോ അടച്ചിട്ടുണ്ട്. എല്ലാം കൂടി ക്രഷ് അത് വെച്ച് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അവിടെ വെച്ചു. ഒരു 10-15 മിനിറ്റ്, അതായത് ലോ ഫ്ലെയിമിലാണ് 10-15 മിനിറ്റ് നമ്മൾ ഒരു കുക്കറിന്റെ വിസിലിന്റെ വിസിൽ ഒഴിവാക്കണേ. വിസിൽ ഒഴിവാക്കിയതിന് മുകളിലിട്ടാം. അപ്പൊ അത് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് നമ്മളത് പുറത്ത് വെച്ചു. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് ഈ നമ്മൾ മെൽറ്റാക്കി കുറച്ച് കട്ടിയായി പോയിട്ട് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചാണ്. അപ്പൊ കുറച്ചൊക്കെ അതിങ്ങനെ നന്നായിട്ട് ചുറ്റിലും സ്പ്രെഡാക്കി കൊടുക്കണം നന്നായിട്ട്. ചോക്ലേറ്റ് കുറച്ചുകൂടി ഒന്ന് മെൽറ്റ് ആവണേനും. അതിനുശേഷം എല്ലാം പറ്റും ബൂസ്റ്റിന്റെ പൊടി കൂടെ അതിന്റെ മുകളിലിട്ട് അതും ശരിക്കും കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഇട്ടോ ഇതിന് നല്ലത്. ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബൂസ്റ്റ് ഉപയോഗിച്ചത്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പൊ എല്ലാം ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് വേഗം. അപ്പൊ അത് വേഗം തന്നെ അവൾ അതിലേക്ക് ആക്കുകയാണ്. പിന്നെ അത് മെൽറ്റ് ആയാലാണ് കുറച്ചുകൂടി അതിന്റെ മുകളിൽ നന്നായിട്ട് ചേരുള്ളൂ. പക്ഷെ ഇത് കട്ട പിടിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ സ്പൂൺ ഉപയോഗിച്ചത് ഇങ്ങനെ അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുവാനേ. അങ്ങനെ എല്ലാം അതിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ അവള് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. നല്ല നീറ്റിലാട്ടോ ചെയ്യുന്നത്. നമ്മൾ ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവള് നന്നായി നീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനയും കട്ട സപ്പോർട്ടിനുണ്ട് കൂടെ തന്നെ. അങ്ങനെ എല്ലാം ചെയ്ത് അവള് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു സാധനം ഇല്ല കേട്ടോ, എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് വെക്കണം. എന്നിട്ട് അത് അടച്ചു വെച്ചു. അതിനുശേഷം 10-15 മിനിറ്റിന് ശേഷം നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അവള് പോയിട്ട് ഓടിപ്പോയി എടുത്തു കൊണ്ടുവന്നു. ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി കൊണ്ടുവന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാനേ ഫസ്റ്റ് ഞാനാ ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി. മധുരം എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കഴിച്ചു നോക്കി. സത്യം പറയാലോ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ജാവ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഇതില്ലേ ഒരു ഡ്രീം കേക്കിന്റെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് വരുന്നത്. ഡ്രീം കേക്കിന്റെ സെറ്റപ്പ് അല്ലെങ്കിൽ തന്നെ അതിന്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അടിപൊളി ഒറിജിനലൊക്കെ ടേസ്റ്റ് സൂപ്പർ ആട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യമായിട്ടും പ്രോമിസ്, ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു. നിങ്ങൾ എന്തായാലും ചെയ്യണം. ഞാൻ ഒന്നുകൂടെ എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല, എന്നാൽ ഞാൻ ഒന്നുകൂടെ കഴിച്ചു. അതിനുശേഷം ഇത് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടാട്ടോ, ഇങ്ങനെ കട്ടി കുറവായിട്ട് കുറച്ചധികം വേണേൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. ഞങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല, ഫ്ലോപ്പായി പോകുന്നൊക്കെ അറിയാത്തതുകൊണ്ട്. അപ്പോൾ അനേ കഴിച്ചു വെക്കുവാണേ. അനേക്കും അത് ഭയങ്കര ഇഷ്ടമായി. അവനൊക്കെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അവന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നല്ല ടേസ്റ്റിലാവുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നല്ല കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണോ എന്നറിയില്ല, സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആവണീനോട് ഞാൻ പറഞ്ഞ് കഴിച്ചു നോക്കും, നീ ഉണ്ടാക്കിയില്ലേ എൻ്റെ അവളെടുത്ത് കഴിക്കാൻ പോവാനേ. അതിന് മുന്നേ അവിടെ എന്താ വെച്ചാൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അമ്മ കഴിച്ചു നോക്കി. അമ്മയ്ക്ക് മധുരം വലിയ ഇഷ്ടമല്ല, പക്ഷെ ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ മധുരം സാധനമൊന്നും ഇഷ്ടമല്ല, കേക്കും കാര്യങ്ങളും. ഞാൻ അച്ഛമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ, മുത്തശ്ശിക്കല്ല, അവരൊക്കെ ഇഷ്ടമാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അടിപൊളി ടേസ്റ്റ് ആണ്, മസ്റ്റ് ആൻഡ് ട്രൈ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴിച്ചു. അവനോട് ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് മൈ channel. Thank you.